ഇപ്പോൾ സർഫസ് ടെൻഷൻ ഫോഴ്സ് എങ്ങനെയാണ് വരുന്നത്? സിഗ്മ കൊണ്ട് മീൻ ചെയ്യുന്നു. കൊഹിഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അതിൻ്റെ ഡെഫിനേഷൻ തിയറിയാണ് ബേസിക്കലി. ടെൻസൈൽ ഫോഴ്സ് ദാറ്റ് എക്സെർട്സ് അറ്റ് ദി സർഫസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഇത്. സർഫസ് ടെൻഷൻ ഈസ് എ ഫോഴ്സ് ദാറ്റ് ടെൻസ് ടു മിനിമൈസ് ദി ഏരിയ. സ്പെറിക്കൽ ഷേപ്പ് ആവും, കാരണം ഒരു ഫോർ എ ഗിവൻ വോളിയം സ്പിയർ ഹാസ് ദ ലീസ്റ്റ് സർഫസ് ഏരിയ. പിന്നെ ഒരു ഡയമെൻഷൻലെസ് നമ്പർ പഠിച്ചു. അത് KTU പോയിന്റ് ഓഫ് വ്യൂവിലല്ല ഞാൻ പറഞ്ഞു. വെബർ നമ്പർ ഈസ് റേഷ്യോ ഓഫ് ഇനർഷ്യ ഫോഴ്സ് ബൈ സർഫസ് ടെൻഷൻ ഫോഴ്സ്. ഇവിടെ തന്നെ ആ വെബർ നമ്പർ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആൻഡ് പിന്നെ പ്രഷർ ഇൻസൈഡ് ഡ്രോപ്ലെറ്റ് എന്താണ് സംഭവിക്കുന്നത് കണ്ടു. ആ സർഫസ് ടെൻഷൻ ഫോഴ്സ് ആണ് ബാലൻസിങ് ഫോഴ്സ്. ആരെ ബാലൻസ് ചെയ്യുന്നു? ബ്രേക്കിംഗ് ഫോഴ്സായ പ്രഷറിനെ ബാലൻസ് ചെയ്യുന്നു. ആൻഡ് എല്ലാത്തിൻ്റെയും നമ്മൾ ഡിഫൈൻ ചെയ്തു, ഡെറൈവ് ചെയ്തു, ഒരു പ്രോബ്ലം ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കാപ്പിലറി എഫക്റ്റ്. കാപ്പിലറി എഫക്റ്റ് എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫിനോമിനൻ ഓഫ് റൈസ് ഓർ ഫോൾ ഓഫ് ലിക്വിഡ് സർഫസ്. ഒരു ലിക്വിഡ് സർഫസിൻ്റെ rise or fall of liquid surface in a small tube related to adjacent general level of liquid when the tube is held vertically in the liquid. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നാരോ ട്യൂബ് നിങ്ങൾ ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നെങ്കിൽ ലിഫ്റ്റ് അപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫോൾ ഉണ്ടായിരിക്കും ലിക്വിഡ് സർഫസിൽ നിന്ന്. ഇതാണ് ലിക്വിഡ് സർഫസ് എങ്കിൽ ഞാനൊരു ട്യൂബ് ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ ഈ ട്യൂബിനകത്ത് ഈ ലിക്വിഡ് സർഫസ് മുകളിലോട്ട് പൊങ്ങാം, അല്ലെങ്കിൽ ഈ ലിക്വിഡ് സർഫസ് താഴോട്ട് താഴാം. അപ്പോൾ അതിനെയാണ് നമ്മൾ കാപ്പിലറി എഫക്റ്റ് എന്ന് പറയുന്നത്. കാപ്പിലറി എഫക്റ്റ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എന്തായിരുന്നു? കൊഹിഷൻ കാരണമാണ്. ഇവിടെ കാപ്പിലറി എഫക്റ്റ് ഈസ് ഡ്യൂ ടു കൊഹിഷൻ, അഡ്ഹിഷൻ ആൻഡ് സർഫസ് ടെൻഷൻ എല്ലാം കൂടി കാരണം ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് കാപ്പിലറി എഫക്റ്റ്. അപ്പോൾ ഇവിടെ റൈസ് ആൻഡ് ഫോൾ എന്ന് പറയുന്നുണ്ട്. സോ കാപ്പിലറി എഫക്റ്റും രണ്ടെണ്ണം ഉണ്ട്. കാപ്പിലറി റൈസ് ആൻഡ് കാപ്പിലറി ഫോൾ. കാപ്പിലറി റൈസ് എന്താണ്? കാപ്പിലറി റൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എ കൺസിഡർ ചെയ്യുക, ഒരു ലിക്വിഡ് മീഡിയം ആണ്. അതിനകത്തേക്ക് നിങ്ങൾ വളരെ നാരോ ആയിട്ടുള്ള ട്യൂബ് ഇമേഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, ഇതിനെയാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ഈ ലിക്വിഡ് ദ ഫിനോമിനൻ ഓഫ് റൈസ് ഓഫ് ലിക്വിഡ് സർഫസ് ഇൻ എ സ്മാൾ ട്യൂബ് റിലേറ്റഡ് ടു റിലേറ്റീവ് ആയിട്ടുള്ള അഡ്ജസന്റ് ജനറൽ ലെവൽ ഓഫ് ലിക്വിഡിൽ നിന്ന് ആ ട്യൂബിനകത്ത് എന്താണ് ലിക്വിഡ് കോളം ഹൈറ്റ് ഉണ്ടായി. അപ്പോൾ അതിനെയാണ് നമ്മൾ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. അതായത് ഫോർ എ ഗ്ലാസ് ട്യൂബ് ഇൻസേർട്ടഡ് ഇൻ വാട്ടർ. എന്തുകൊണ്ട് ഇങ്ങനെ റൈസ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ, ഹിയർ ദി adhesion between glass and water molecules is much higher than the cohesion between water to water molecules. അല്ലെങ്കിൽ പക്ഷെ അങ്ങനെ പറയണ്ടല്ലോ, കൊഹിഷനെ വെച്ച് നോക്കുമ്പോൾ അഡിഷൻ വലുതാണ്. അതുകൊണ്ടാണ് ദ വാട്ടർ ടെൻസ് ടു സ്പ്രെഡ് ഓവർ ദി ഗ്ലാസ്. ആ ഗ്ലാസ്സിൽ സ്പ്രെഡ് ഓവർ ചെയ്യാൻ ശ്രമിക്കുന്നു ആൻഡ് ടെൻസ് ടു റൈസ് ആൻഡ് ഫോം എ കോൺകേവ് മെനിസ്കസ് വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാപ്പിലറി റൈസിൽ നിങ്ങൾക്കൊരു കോൺകേവ് മെനിസ്കസ് ആണ് ഉണ്ടായത് വിത്ത് സ്മോൾ കോണ്ടാക്ട് ആംഗിൾ വളരെ സ്മോൾ ആണ്. അപ്പോൾ കോണ്ടാക്ട് ആംഗിൾ കിട്ടുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഇന്റർഫേസിൽ ഒരു ടാൻജന്റ് വരച്ചാൽ മതി. ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ നമുക്ക് തീറ്റ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ അതിനെയാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. മനസ്സിലല്ലോ? അപ്പോൾ when a glass tube is inserted in water, narrow glass tube is inserted in water, addition between glass and water molecules is greater than the cohesion between water molecules. So water spread over the glass and tends to rise, form a concave meniscus with a small wetting angle theta less than 90 degree, and this phenomenon is called capillary rise. അപ്പോൾ ഇനി കാപ്പിലറി ഫോൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൊഹിഷൻ കൂടുതലുള്ള ആളിൽ നമ്മൾ ഗ്ലാസ് ട്യൂബ് ഡിപ്പ് ചെയ്താൽ മതി, നാരോ ഗ്ലാസ് ട്യൂബ്. അതാരാണ് അങ്ങനെയുള്ള ആൾ? അതങ്ങനെയുള്ള ആളാണ് മെർക്കുറി. സോ മെർക്കുറിയിൽ നാരോ ഗ്ലാസ് ട്യൂബ് ഇറക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇതായിരിക്കും കാണുന്നത്. ഈ ഡെപ്ത് H, ഇതാണ് മെർക്കുറി. ഇവിടെ നിങ്ങൾ ഒരു ഇത് വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ നമുക്ക് തീറ്റ, വെറ്റിംഗ് ആംഗിൾ കൂടുതലാണ്. സോ ഫോർ എ ഗ്ലാസ് ട്യൂബ് ഇൻസേർട്ടഡ് ഇൻ
mercury. Cohesion between mercury molecules is greater than the addition between mercury and glass. So what mercury tends to form a concave അല്ലെങ്കിൽ concave meniscus അല്ലെങ്കിൽ spherical shape and fall along the glass tubeലൂടെ fall ചെയ്യുന്നു. And it forms a concave meniscus with contact angle or wetting angle theta greater than 90 degree. ഇവിടെ theta less than 90 degree. Water, glass, mercury, glass. And that phenomenon is called the capillary depression. Capillary fall, capillary depression, capillary rise and capillary depression. In short, what is capillarity? Capillary effect അല്ലെങ്കിൽ capillarity എന്ന് പറയും. So capillarity എന്ന് പറയുന്നത് എന്താണ്? It's a phenomenon by which liquid will rise or fall in a tube of narrow അല്ലെങ്കിൽ ട്യൂബ് ഓഫ് സ്മോൾ ഡയ ഡിപ്ഡ് ഇൻ ദം. ഒരു നാരോ ട്യൂബ് നിങ്ങൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോയിഷൻ ഫോഴ്സ് അല്ലെങ്കിൽ അഡിഷൻ ഫോഴ്സിന്റെ ആ ഒരു ബേസിൽ അത് ലിക്വിഡ് വേണമെങ്കിൽ ഫോൾ ചെയ്യാം അല്ലെങ്കിൽ റൈസ് ചെയ്യാം. അതിനെയാണ് നമ്മൾ കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കാപ്പിലറി എഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നൗ കാപ്പിലറി റൈസിന്റെയും കാപ്പിലറി ഡിപ്രഷന്റെയും എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഡിപ്രഷൻ, capillary rise and depression. കോൺകേവ് മെനിസ്കസ്, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എച്ച് എന്ന് വിളിക്കുന്നത്. വാട്ടർ, ഓക്കെ, കോൺകേവ് മെനിസ്കസ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഹൈറ്റ്, ഈ എത്രത്തോളം ലിക്വിഡ് ഹൈറ്റ് കോളം, എന്തൊക്കെ ആ ഫാക്ടർ, ഈ എത്രത്തോളം റൈസ് ചെയ്യും അല്ലെങ്കിൽ ഡിപ്പ് ചെയ്യും, അപ്പോൾ അത് എന്തിനെയൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നു, അതിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരാണ് ഈ ലിക്വിഡ് കോളത്തിന്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് കാപ്പിലറി റൈസിന്റെ കേസിൽ മനസ്സിലാവേണ്ടത്. ഹൂ ബാലൻസസ് ദിസ് വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം? അപ്പോൾ ഇത്രേ ഉള്ളൂ. ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം ഈസ് ബാലൻസ്ഡ് ബൈ ദ സർഫസ് ടെൻഷൻ ഫോഴ്സ്. അപ്പോൾ കാപ്പിലറി റൈസിൽ വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം ഈസ് ബാലൻസ്ഡ് ബൈ സർഫസ് ടെൻഷൻ ഫോഴ്സ്. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് സർഫസ് ടെൻഷൻ ഫോഴ്സ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ surface tension force sigma, and weight of the liquid column എങ്ങനെ ആയിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ ഈ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് കോളവും ഈ സർഫസ് ടെൻഷൻ ഫോഴ്സ്, ഇവിടെ സർഫസ് ടെൻഷൻ ഫോഴ്സ് ആൻഡ് ആംഗിൾ തീറ്റയിലാണ് വരുന്നത്. സോ അതുകൊണ്ട് നമുക്കതിനെ എന്ത് ചെയ്യണം? നമുക്കതിനെ റിസോൾവ് ചെയ്യണം. അപ്പം അപ്വേർഡ് ഡയറക്ഷനിലേക്ക്, വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സിഗ്മ കോസ് തീറ്റ എന്നായിരിക്കും. ഓക്കെ, therefore upward surface tension force is equal to sigma cos theta. എപ്പോഴും സർഫസ് ടെൻഷനായി നമുക്ക് ഫോഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ആക്ട് ചെയ്യുന്ന ആ ഒരു ലെങ്ത് നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കിൾ ആൻഡ് ഇങ്ങനെയാണ് നമ്മുടെ എന്ത് ആക്ട് ചെയ്യുന്നത്? ആ സിഗ്മ ആക്ട് ചെയ്യുന്നത്. സോ സിഗ്മ കോസ് തീറ്റ ആക്ട് ചെയ്യുന്നത്. സോ സിഗ്മ കോസ് തീറ്റ ഇൻറ്റു പൈ ഡി, ഇക്വേഷൻ നമ്പർ 1. ആൻഡ് അടുത്തത് വെയിറ്റ് ഓഫ് ദി എലിവേറ്റഡ് കോളം. ഈ വെയിറ്റ്, എലിവേറ്റഡ് കോളത്തിൻ്റെ വെയിറ്റ് ഓഫ് എലിവേറ്റഡ് കോളം, ദാറ്റ് ഈസ് വെയിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടണിലല്ലേ, ഫോഴ്സ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. വെയിറ്റ് എങ്ങനെ എഴുതാം? നമുക്ക് സ്പെസിഫിക് വെയിറ്റ് നിന്ന് തുടങ്ങാം. സ്പെസിഫിക് വെയിറ്റ് എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി ഈസ് ദ വെയിറ്റ് ബൈ വോളിയം. സോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? W ഇൻറ്റു വോളിയം. വാട്ട് ഈസ് സ്പെസിഫിക് വെയിറ്റ്? സ്പെസിഫിക് വെയിറ്റിൻ്റെ വേറൊരു ഇക്വേഷൻ എന്താണ്? റോ ജി ഇൻറ്റു വോളിയം. ഓക്കെ, അപ്പം വെയിറ്റ് ഓഫ് എലിവേറ്റഡ് കോളത്തിന് നമുക്ക് റോ ജി ഇൻറ്റു വോളിയം നമുക്ക് എഴുതാം. റോ ജി ഇൻറ്റു വോളിയം.
ഇത് കൺഫ്യൂഷൻ ആണെങ്കിൽ, ഇത് മനസ്സിലാക്കാൻ, ഇത് ഓർത്തിരിക്കാൻ പാടാണെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ഗ്രാവിറ്റി. മാസ് എന്ന് പറയുന്നത് നമ്മൾ ഡെൻസിറ്റിയുടെ ടൈമിൽ എഴുതാം. അതായത് ഡെൻസിറ്റി ഈസ് ഇക്വൾ ടു മാസ് ബൈ വോളിയം അല്ലേ. അപ്പോൾ മാസ് ഈസ് ഇക്വൾ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി. ഇത് രണ്ടും ഏതായാലും മതി. ആൻഡ് റോ ജി ആയി. ഇനി വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? വോളിയം നോക്ക്, ഇതാണ് നമ്മുടെ ഇത്രയാണ് വോളിയം. ഒരു സിലിണ്ടർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ പൈ ഡി സ്ക്വയർ ബൈ 4. ഇതിൻ്റെ ഹൈറ്റ് എച്ച്. സോ ദെയർ ഫോർ വോളിയം എന്ന് പറയുന്നത് റോ ജി ഇൻറ്റു പൈ ഡി സ്ക്വയർ ബൈ 4. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി എന്തുവാ? ഇനി രണ്ടും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് ഇനി രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 2. സിഗ്മ കോസ് തീറ്റ പൈ ഡി ഈസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു റോ ജി എച്ച്. ആൻഡ് എല്ലാം കൂടി ക്യാൻസൽ ചെയ്തൊക്കെ കളയുമ്പോൾ നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി എന്ന് കിട്ടും. ഓക്കെ, എച്ച് ഈസ് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി, വിച്ച് ഈസ് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഈസ് സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ഡി. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് കാപ്പിലാരിറ്റി ഡിപ്രഷൻ്റെത്. കാപ്പിലറി ഡിപ്രഷൻ. ഈ ഡെപ്തിനെയാണ് നമ്മൾ ഇവിടെ എച്ച് ആയിട്ട് എടുക്കുന്നത്. ഒരു കോൺവെക്സ് മെനിസ്കസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ സർഫസ് ടെൻഷൻ വരച്ച തീറ്റ സിഗ്മ. ഇനി ഇവിടെ ഇപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്വേർഡ് ആ വെയിറ്റ്, ആ ലിക്വിഡ് കോളത്തിൻ്റെ വെയിറ്റ് ആരാ ബാലൻസ് ചെയ്യുന്നത്? ഈ സർഫസ് ടെൻഷനാണ് ബാലൻസ് ചെയ്യുന്നത്. ഇവിടെ ഡൗൺവേർഡ് സർഫസ് ടെൻഷൻ ഫോഴ്സ് ആണ് കാപ്പിലറി ഡിപ്രഷൻ. ഇവിടെ ഉള്ള ആലോചിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സർഫസ് ടെൻഷൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്വേർഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ്. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ്, അല്ലെങ്കിൽ അപ്വേർഡ് പ്രഷർ ഫോഴ്സ് ആണ് ഇവനെ ബാലൻസ് ചെയ്യുന്നത്. ഡൗൺവേർഡ് സർഫസ്. അതായത് ഇതൊക്കെ എന്തിനാ ബാലൻസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്? ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ സിഗ്മേനെ ഈ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നില്ല എന്ന് വെച്ചോ, ഇങ്ങനെ ട്യൂബിലൂടെ ഓവർഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലെവലിൽ അത് നിൽക്കണമെങ്കിൽ ആ ഫോഴ്സിന് ഒരു അൺബാലൻസ് മാറി അത് ബാലൻസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ ഇതിനെ ബാലൻസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഈ ട്യൂബിൻ്റെ എങ്ങോ താഴെ എൻഡിൽ എത്ര ഇൻഫിനിറ്റ് ആയി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമോ? ഇല്ല, അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സിഗ്മേനെ എങ്ങനെയോ അത് ബാലൻസ് ആക്കുന്നുണ്ട്. അത് ആരാ ബാലൻസ് ആക്കുന്നത്? ആ എച്ച് ഡെപ്തിലുള്ള പ്രഷർ ഫോഴ്സാണ് ബാലൻസ് ആക്കുന്നത്. അത്രേ ഉള്ളൂ ഐഡിയ. ഓക്കെ, ഇനി വേറൊരു കാര്യം ഇവിടെ നോക്കിയേ. ഇവിടെ ഇങ്ങനെയാണ് മെനിസ്കസ് വന്നിരിക്കുന്നത്. ഈ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് സിഗ്മ പുൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടേക്ക് നമുക്ക് ആ പ്രഷർ, ഇതിനകത്തുള്ള പ്രഷറുണ്ട്, ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് ഉണ്ടെന്ന് വയ്ക്കുക. മുകളിൽ എന്തുണ്ട്? പി അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ റൂള്, എല്ലാ ഡയറക്ഷനിലും സിഗ്മ 2 ഡയറക്ഷനിലും ആൻഡ് പി അറ്റ്മോസ്ഫിയർ. ഇതിനെയൊക്കെ വന്നിട്ടും ഈ കോൺകേവ് മെനിസ്കസ് അതേപോലെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? ഈ പി എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ പി അറ്റ്മോസ്ഫിയർ. ദിസ് പി ഈസ് ഗ്രേറ്റർ ദാൻ പി അറ്റ്മോസ്ഫിയർ. ആൻഡ് ഈ കേസിൽ നോക്കിയേ, രണ്ട് സൈഡിൽ നിന്നും പുള്ള് ചെയ്യുന്നുണ്ട് സിഗ്മ. ആൻഡ് ഇതാണ് പി, നമ്മുടെ ഈ ഒരു വാട്ടറിൻ്റെ. ആൻഡ് ഇത് പി അറ്റ്മോസ്ഫിയർ. 3 സൈഡിൽ നിന്ന് ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണ് ഗ്രേറ്റർ? പി അറ്റ്മോസ്ഫിയർ ആണ് ഗ്രേറ്റർ. അപ്പോൾ ഈ പോയിന്റിൽ, അറ്റ് എ പോയിന്റ് പി, ഈ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഈ പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ. ആ പ്രഷറാണ് ആരെ ബാലൻസ് ചെയ്യുന്നത്? ഈ സിഗ്മേനെ ബാലൻസ് ചെയ്ത് ഇത്രയും ഡെപ്തിൽ നിർത്തുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഡൗൺവേർഡ് സർഫസ് ടെൻഷൻ ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ സിഗ്മ കോസ് തീറ്റ ഇൻറ്റു പൈ ഡി. ഓക്കെ, ഇതല്ലേ തീറ്റ. ഓക്കെ, ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ താഴെ സിഗ്മ സൈൻ 180 ഡിഗ്രി മൈനസ് തീറ്റ എന്നാണ് വരുന്നത്.
ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ കോസ് തീറ്റ. അറിയാലോ, സൈൻ 180 വരുമ്പോൾ നമ്മൾ എന്ത് പറ്റും, അതിനെ കോസ് എന്നാക്കും. ആൻഡ് സൈൻ 180 മൈനസ് തീറ്റ, അതായത് സെക്കൻഡ് ക്വാഡ്രന്റ്, അപ്പോൾ ഇത് പോസിറ്റീവ്. സോ സിഗ്മ കോസ് തീറ്റ ഇൻറ്റു പൈ ഡി തന്നെയാണ് കാര്യം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ 1. അടുത്തത് അപ്വേർഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ്. ഈ ഫോഴ്സ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് എങ്ങനെയാണ്? അപ്വേർഡ് ആണ്. therefore hydrostatic pressure force is equal to പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ നമുക്ക് പ്രഷർ ഫോഴ്സ് വരണമെങ്കിൽ പ്രഷർ ഇൻറ്റു ഏരിയ. സോ പ്രഷർ ഇൻറ്റു ഏരിയ, ആ ഏരിയ എന്തുവാണ്? പൈ ഡി സ്ക്വയർ ബൈ 4. ആൻഡ് ഇവിടെ പ്രഷർ കണ്ടുപിടിക്കണം. സോ എന്താണ് പ്രഷർ? സോ പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. ഈ ഫോമുല ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. അതായത് അറ്റ് എ ഡെപ്ത് എച്ച് നമ്മുടെ അടുത്ത് ഒരു പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഈക്വേഷനാണ്. പ്രഷർ ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്ന് പറയുന്ന ഇക്വേഷൻ. അത് ഇനി ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പഠിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് ഇത് വരും. ഇതെങ്ങനെ വേണമെങ്കിൽ ഇവിടെ വെച്ച് ജസ്റ്റ് ചുമ്മാ ഒന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. നമുക്ക് പ്രഷറാണ് വേണ്ടത്. ആൻഡ് ഈ ഫോഴ്സ്, ഓക്കെ, നമുക്ക് ഫോഴ്സിന്റെ സെയിം യൂണിറ്റ് ഉള്ള വെയിറ്റ് ബൈ വോളിയം എടുക്കാം. വെയിറ്റ് ബൈ വോളിയം ആണ് സ്പെസിഫിക് വെയിറ്റ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം ചെയ്യണം. അപ്പോൾ അതിവിടെ എഴുതുവാണ്, സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റോ ജി ഇൻറ്റു വോളിയം ബൈ ഏരിയ. വോളിയം എന്ന് പറയുന്നത് ഇപ്പം ഇതാണ്, സിലിണ്ടറാണ് നമ്മുടെ കൺസെപ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ, വോളിയം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ. അപ്പം ഇത് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റോ ജി എച്ച് എന്ന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എം ജി വെച്ച് ഇത് ചെയ്യാം, എം ജി ബൈ ഏരിയ. അങ്ങനെ ചെയ്താൽ ഈ സെയിം സാധനം തന്നെ ആയിരിക്കും കിട്ടുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് ബോധപ്പെടാണ്ട് ഇപ്പം ജസ്റ്റ് ഈ അറ്റ് ഡെപ്ത് എച്ച് പ്രഷർ എന്ന് പറയുന്നത് എച്ച് റോ ജി ആണ് എന്നാലോചിക്കുക. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വരുമ്പോൾ അത് ക്ലിയർ ആയിക്കോളൂ. therefore ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ഇൻറ്റു പൈ ഡി സ്ക്വയർ ബൈ 4. ആൻഡ് ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഈസ് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി എന്ന് തന്നെ കിട്ടും. ഓക്കെ, എച്ച് ഈസ് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി. പിന്നെ ഡിപ്രഷൻ ആണോ അതായത് ഫോൾ ആണോ റൈസ് ആണോ എന്ന് അറിയുന്നത് ഈ എച്ചിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുമ്പോൾ. ഇപ്പോൾ തീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ എച്ച് നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ എച്ച് പോസിറ്റീവ് ആകും. സോ ആ വാല്യൂവിൻ്റെ എച്ചും പ്ലസോ മൈനസോ വെച്ചിട്ട് നമുക്ക് ഇത് റൈസ് ആണോ ഫോൾ ആണോ എന്ന് മനസ്സിലാക്കി എടുക്കാം. സോ ഇത്രേ ഉള്ളൂ കാപ്പിലറി എഫക്ട്. പിന്നെ ഇവിടെ വേറൊരു കാര്യം, ഈ ഒരു ട്യൂബിനകത്ത് ഈ അറ്റ് എ പോയിന്റ് എയുടെ മുകളിൽ പ്രത്യേകിച്ച് വോളിയം ഒന്നും ഇല്ലല്ലോ, ഒരു സാധനവും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഈ വെയിറ്റ് ഞാൻ ഈ വോളിയം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പാസ്കൽ ലോ എന്ന് പറയുന്ന ഒരു ലോ അപ്ലൈ ചെയ്യേണ്ടിയൊക്കെ വരും. ഈ ഒരു ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പോയിന്റിലെയും പ്രഷർ സെയിം ആണ് എന്നുള്ളൊരു ലോ ആണ്. ദ ലോ സേസ് ദാറ്റ് ഇൻ എ സ്റ്റാറ്റിക് മാസ് ഓഫ് ലിക്വിഡ് ദ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അറ്റ് എ പോയിന്റ് മസ്റ്റ് ബി സെയിം ഇൻ ഓൾ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം വരും. അത് നമ്മുടെ വലിയൊരു ലോ. സോ ഇമ്പോർട്ടൻറ്റ് ലോ അവിടുത്തെ എടുത്തുമ്പോൾ ഇത് മനസ്സിലാവും. സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാൽ മതി. കാപ്പിലറി എഫക്റ്റ്. ഓക്കെ, ഇത് എന്ത് കാരണമാണ് ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, കാൽക്കുലേറ്റ് the true static height of water in a glass tube of dia 4 millimeter and the water stands at a height of 36 millimeter in the glass tube. height h എന്ന് പറയുന്നത് 36 millimeter ആണ്. ആൻഡ് the sigma for water surface tension തന്നിട്ടുണ്ട് 0.0742 ന്യൂട്ടൺ പെർ മീറ്റർ. ഇതിൻ്റെ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ നോക്കിയേ, എച്ച് ഈസ് ഈക്വൽ ടു 4 സിഗ്മ കോസീറ്റ ബൈ റോ ജി ഡി. രണ്ടിടത്തും സെയിം ഫോമിൽ തന്നെയാണ്, റൈസിനും ഫോളിനും. പിന്നെ വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, എച്ച് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/d 2r അല്ലേ, അപ്പോൾ 1/r. അതായത് റേഡിയസ് ഇതിൻ്റെ കൂടുന്നതനുസരിച്ച് ഹൈറ്റ് കുറയും.
അതുകൊണ്ടാണ് ഈ നാരോ ട്യൂബിൽ ഈ കാപ്പിലറി എഫക്റ്റ് നമുക്ക് കൂടുതൽ വിസിബിൾ ആവുന്നത്. ക്ലിയർ അല്ലേ? സോ അതുകൊണ്ടാണ് ഈ മാനോമീറ്റേഴ്സിലൊക്കെ മെഷർമെൻറ്റിൽ ഈ കാപ്പിലർ എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 6 മില്ലിമീറ്ററിൽ കൂടുതൽ ഡയയിൽ ആ ട്യൂബ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പറയുന്നത് കാൽക്കുലേറ്റ് ട്രൂ സ്റ്റാറ്റിക് ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ എ ഗ്ലാസ് ട്യൂബ് ഓഫ് ഡയ 4 മില്ലിമീറ്റർ വെൻ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട് അറ്റ് 36 മില്ലിമീറ്റർ ആണ് ഹൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രൂ സ്റ്റാറ്റിക് ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതായത് ട്രൂ സ്റ്റാറ്റിക് ഹൈറ്റിൻ്റെ മീനിങ് ഇത്രേ ഉള്ളൂ. ഈ 36 മില്ലിമീറ്ററിലും കാപ്പിലറി എഫക്റ്റ് കൊണ്ടിട്ടല്ല ഉണ്ടായത്. ഒരു ട്യൂബിൽ നമ്മൾ നോക്കി 36 മില്ലിമീറ്ററിൽ ഇതിങ്ങനെ നിൽക്കുന്നു. ആൻഡ് ഇതിൽ കുറച്ച് ഹൈറ്റ് എന്ന് പറയുന്നത് ഡ്യൂ ടു കാപ്പിലറി എഫക്റ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, മാനോമെട്രി ഒക്കെ ചെയ്യുമ്പോൾ ഡയമീറ്റർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയമീറ്റർ നമ്മൾ കൂട്ടി വയ്ക്കുന്ന ഇതുകൊണ്ടാണ്. കാരണം നമുക്കൊരു ഒരു ലെങ്ത് 36 മില്ലിമീറ്റർ ആണ് നമ്മുടെ വാല്യൂ എങ്കിൽ അവിടെ കാപ്പിലറി എഫക്റ്റിൻ്റെ ഇറർ വരാൻ പാടില്ല. ഇപ്പോൾ നോക്കിയോ, ഈ സെയിം ട്യൂബ് തന്നെ ഞാൻ കുറച്ചും കൂടി ഡയമീറ്റർ കുറച്ച് എങ്കിൽ ഈ 36 പകരം ഇപ്പോൾ കുറച്ചും കൂടി കൂട്ടി 46 മില്ലിമീറ്റർ ആയിരിക്കും ചിലപ്പോൾ ഉള്ളത്. അതായത് ട്രൂ സ്റ്റാറ്റിക് ഹൈറ്റ് ഇപ്പോൾ സപ്പോസ് 36 ആണെങ്കിൽ 10 മില്ലിമീറ്റർ അവിടെ വന്നിരിക്കുന്നത് കാപ്പിലറി എഫക്റ്റ് കാരണമാണ്. അപ്പോൾ ഇവർ നമ്മളടുത്ത് ചോദിക്കുന്നത് ട്രൂ സ്റ്റാറ്റിക് ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന ഹൈറ്റിൽ നിന്ന് കാപ്പിലറി എഫക്റ്റിൻ്റെ ഹൈറ്റ് അങ്ങ് കുറച്ചാൽ മതി. നമുക്ക് അറിയാവുന്ന ഫോർമുല H=4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി. വാട്ടറാണ്, വാട്ടറിൻ്റെ ഡെൻസിറ്റി അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു സിഗ്മ 0.0742 ഇൻറ്റു കോസ് 0.0742 കറക്റ്റ് അല്ലേ? കോസ് തീറ്റ എന്ന് പറയുന്നത് വാട്ടർ ഗ്ലാസിൻ്റെ എന്ന് പറഞ്ഞാൽ തീറ്റ 0 ആണ്. അപ്പം 0 കോസ് 0 ഡിഗ്രി ഡിവൈഡഡ് ബൈ റോ ഡെൻസിറ്റി ഇൻറ്റു ജി ഗ്രാവിറ്റി ഇൻറ്റു ഡി ഡയ എത്ര? 4 മില്ലിമീറ്റർ. സോ 4 ഇൻറ്റു 10⁻⁻3. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ കിട്ടും, എച്ചിൻ്റെ വാല്യൂ കിട്ടും. സോ ഈ വാല്യൂ ട്രൂ സ്റ്റാറ്റിക് ഹൈറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ള ടോട്ടൽ ഹൈറ്റ് മൈനസ് ഇ എച്ച്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, അതാണ് ഈ ട്രൂ സ്റ്റാറ്റിക് ഹൈറ്റിൻ്റെ പ്രോബ്ലത്തിൻ്റെ മീനിങ്. ചെയ്ത് നോക്കുക, ആൻസർ ഏകദേശം 33 മില്ലിമീറ്റർ അല്ലെങ്കിൽ 32.22 മില്ലിമീറ്റർ സംതിങ് കിട്ടും. ഓക്കെ, ക്ലിയർ? സോ പ്രോബ്ലമായി. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം.